ശ്രീ വി എസ് സുനിൽകുമാർ മുൻ മന്ത്രി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ വി എസ് സുനിൽകുമാർ, കൃഷിമന്ത്രി പങ്കെടുക്കാത്തതിനെ രൂക്ഷമായ ഭാഷയിൽ രണ്ട് മന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു, രണ്ടുപേരും പങ്കെടുത്തില്ല. എന്താണ് ഈ മന്ത്രിമാർ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിന്റെ പൈതൃകമല്ലേ ഭാരതാംബ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വിമർശനമാണ് പുതിയ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? പുതിയ ഗവർണറുടെ പ്രതികരണം ഒരു RSSകാരന്റെ പ്രതികരണം പോലെയാണ്. അദ്ദേഹം കാണുന്ന ഭാരതത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് RSSന്റെ എല്ലാ പൊതു പരിപാടികളിലും അവര് വെക്കുന്ന പുലിപ്പുറത്തിരിക്കുന്ന ഭാരതാംബയുടെ കാവിക്കൊടി ആലേഖനം ചെയ്തിരിക്കുന്ന പഴയ മഹാഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ പഴയ വിസ്തൃത ഭാരതത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഭാരതാംബയുടെ മുകളിൽ കാവിക്കൊടി കെട്ടിയ ഭാരതാംബ സങ്കല്പം എന്ന് പറയുന്നത് RSSന്റെ സങ്കല്പമാണ്. ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാൻ, അദ്ദേഹം ഗവർണറെ പോലെ സംസാരിക്കണം. അദ്ദേഹം ഒരു സംഘ പ്രവർത്തകനെ പോലെയല്ല അദ്ദേഹം പ്രതികരിക്കേണ്ടത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, സുപ്രീം കോടതിയിൽ വരെ വേണ്ടി വന്നു ഗവർണർമാരുടെ വിഷയത്തിൽ എന്നുള്ളത്. എന്തായിരുന്നു സുപ്രീം കോടതിയുടെ വിധി? എന്താ പറയാത്തത്? എന്താ സുപ്രീം കോടതി ഗവർണർമാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടലുകളും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളെയും സുപ്രീം കോടതി അംഗീകരിച്ചോ? വളരെ വ്യക്തമായ സ്പഷ്ടമായ രീതിയിൽ ഗവർണർമാരുടെ ഉത്തരവാദിത്വം എന്താണെന്നും സർക്കാരുകളുടെ ഉത്തരവാദിത്വം എന്താണെന്നും സമയപരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് അന്നുണ്ടായത്. ഭരണഘടനയിലെ ഒരു ലൂപ്പ് ഹോൾ എന്ന നിലയിൽ പോലും വിശദീകരിക്കാൻ കഴിയുന്ന ഇടത്ത് സുപ്രീം കോടതി പറയുന്നു അങ്ങനെയല്ല, സമയപരിധിയുണ്ട്. അക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം ഡയറക്ഷൻ തമിഴ്നാട് ഗവർണർക്ക് ഉൾപ്പെടെ നൽകുകയും ചെയ്തു. സമയപരിധി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഗവർണർമാരുടെ അധികാരത്തെ പറ്റിയും പറയുന്നുണ്ട്. തീർച്ചയായും ഗവർണർമാരുടെ അധികാരത്തെ കുറിച്ച് കൂടി സുപ്രീം കോടതി വിശദമായി പറയുന്നുണ്ട്. അപ്പോ ഈ ഗവർണർമാരെല്ലാം ഇപ്പോ പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വന്ന ശേഷം RSSന്റെ നോമിനികളായിട്ട് വരുന്ന ഗവർണർമാർ രാജ്ഭവനുകൾ ഇരുന്നു കൊണ്ട് രാജ്ഭവനുകളുടെ സംഘപരിവാർ ഓഫീസുകളാക്കി മാറ്റുന്ന സമീപനം എടുക്കുമ്പോ അതിനെ ഒരു കാരണവശാലും ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു പ്രത്യേകമായ രീതിയിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭരണഘടനയല്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രത്തിനൊരു മതമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അവിടെ ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്ന മനോഭാവമുള്ള ആളുകൾ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ജനാധിപത്യ ഗവൺമെന്റുകൾക്കും അതിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ ഉണ്ടായിരുന്നു. ഇന്ന് P പ്രസാദ് കൃഷിമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാത്ത വാർത്ത വന്നതിന് പിന്നാലെ ഉണ്ടായിരുന്ന പ്രതികരണം. നേരത്തെ ഗുരുമൂർത്തി അദ്ദേഹം പങ്കെടുത്തിരുന്നല്ലോ രാജ്ഭവൻ സംഘടിപ്പിച്ച ചടങ്ങിൽ. മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹം പ്രസംഗിച്ചല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പ്രതികരിക്കാറുന്നത്? ഗവർണറെ മുഖ്യമന്ത്രിക്ക് ഭയമാണോ? ഇപ്പോൾ പ്രതിപക്ഷം കുറെ കൂടി രാഷ്ട്രീയമായി ആയുധത്തിന് മൂർച്ച കൂട്ടിയായിരിക്കാം ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് അങ്ങും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഒരു മിനിറ്റ്. അത് നിങ്ങൾ പത്രക്കാർ പറയാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആങ്കർമാരിന്ന് അങ്ങനെ പറയരുത്. ഗുരുമൂർത്തി ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അതേപടി ഉദ്ധരിച്ചാണ്, അല്ലാതെ എന്റെ ഭാഗമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയോട് പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ് മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നോ? ഗുരുമൂർത്തിയുടെ അവിടെ വന്ന പ്രസംഗത്തെ പറ്റി ശക്തമായ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ മാന്യമായ രീതിയിൽ ഒരു മുഖ്യമന്ത്രി എന്നുമില്ല അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ താക്കീത് നൽകിക്കൊണ്ട് സംസാരിച്ചത് ഞങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതും ടെലിവിഷൻ ചാനലിലൂടെ കണ്ടതുമാണ്. അത് പ്രതിപക്ഷ നേതാവ് കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം കാണാത്തതല്ല, അദ്ദേഹം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായി പറയുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. RSSന്റെ ഈ അജണ്ടയുമായി രാജ്ഭവനിൽ ഇരുന്നാൽ ആ പണി ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അത്രമാത്രം അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് പല കാര്യം അദ്ദേഹം പറയും. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ധാരണ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ സംഘി അല്ലെങ്കിൽ ഫിലോസഫിയുമായി നടക്കുന്ന ആളുകളാണെന്ന് ധരിക്കുന്ന ആളുകളാണ്. BJP ഭരിക്കുന്ന ഗവൺമെന്റുകളുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന മന്ത്രിമാരുണ്ടായേക്കാം, മന്ത്രിസഭ ഉണ്ടായേക്കാം. പക്ഷെ കേരളം എന്ന് പറയുന്നത്, കേരളമാണെങ്കിലും ഏത് സംസ്ഥാനമാണെങ്കിലും ഗവർണർമാരുടെ ഭരണഘടനാപരമായ ജോലി എടുക്കുന്നതിന് പകരം അവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു പക്ഷേ ഗവർണറെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന RSSകാരായിരിക്കാം, RSSന് നോമിനി ആയിരിക്കും. അത് ആ നോമിനി ആയതൊക്കെ ശരിയെ തന്നെ. പക്ഷേ രാജഭവനക്കകത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം RSSകാരനല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിരിക്കുന്ന ഒരു ഭരണഘടനാ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതൊക്കെ ചേരുന്ന കാര്യമായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥാനത്തിന് ചേരുന്ന കാര്യമല്ല എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ VS സുനിൽകുമാർ.